My dears, hello guys, welcome back to Xylem Blading. ഹലോ ഗൈസ് എന്നൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സൈലന്റ് മണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സില് നമുക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട്. ആ പാഠത്തിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ ഒന്ന് പറഞ്ഞുതരാണ്. വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്തറിയാനാ? വീടറിയാനും നാടറിയാനും നമ്മൾ പുറത്തിറങ്ങണം അല്ലേ? നമുക്കൊരു യാത്ര പോകാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങുന്നത്, ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാമോ? ഇതാണ് കേരള കലാമണ്ഡലം. നോക്കൂ, ഇവിടെ ഒരു കേരള കലാമണ്ഡലം ഉണ്ട്. വരൂ എൻ്റെ കൂടെ. ഇതാണ് മഹാകവി വള്ളത്തോളിന്റെ പ്രതിമ. ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ. തൊട്ടു വടക്ക് വശത്തായി ഉയർന്ന കൊടിമരം, അവിടെ ഒരു കൊടിമരം. കലാമണ്ഡലത്തിൽ പോയ കാഴ്ചകളാണ്. കൂത്തമ്പലം, അവിടെ ഒരു കൂത്തമ്പലത്തിൽ അവിടെ ഒരു കൂത്തമ്പലം ഉണ്ട്. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിന്റെയും ശബ്ദം കേൾക്കുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിന്റെയും ഒക്കെ ക്ലാസ് നടക്കുകയാണ്. ഡാൻസ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പോകും പോലെ. അതെ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരിയാണ്. അപ്പോൾ അവിടെ കഥകളി പഠിപ്പിക്കുന്നുണ്ട് കലാമണ്ഡലത്തില്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കളരികൾക്കും അപ്പുറം ഇനിയുമുണ്ട് ധാരാളം അവിടെ കാണാൻ. ഓരോന്നോരോന്നായി നമുക്ക് കാണാം എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് കേരള കലാമണ്ഡലം. നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് കേരള കലാമണ്ഡലം. ഇതൊരു കളരിയാണ് അല്ലേ? കലകൾ അഭ്യസിപ്പിക്കുന്ന, ഭാരതീയ കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കളരിയാണ് കേരള കലാമണ്ഡലം. ഇവിടെയാണ് കഥകളിയൊക്കെ നല്ല ശാസ്ത്രീയമായ രീതിയിൽ അഭ്യസിപ്പിക്കുന്ന ഇടം കേട്ടോ കഥകളി. നോക്കൂ, നമുക്കത് എന്താണ് എന്ന് നോക്കാം. ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട കലകളാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട, അതായത് കേരളീയ കലകളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. കേരളത്തിൽ രൂപം കൊണ്ട കലകള്. കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് എന്നറിയോ? തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ഇതൊക്കെ നമ്മൾ അറിയണം മക്കളെ. തൃശ്ശൂർ ജില്ലയിലാണ്, ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള കലാമണ്ഡലം. ഏത് പുഴയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. നിളാനദി അല്ലേ? നിളാനദിയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. അപ്പോ തൃശ്ശൂർ ജില്ലയിലാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇവിടെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് എന്നറിയോ? ഇതാ കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. തുള്ളൽ 3 വിധമുണ്ട്. അതിൽ തുള്ളൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പഞ്ചവാദ്യം, ഭരതനാട്യം എന്നിവ പരിശീലിപ്പിക്കുന്നു. ഇതില് കഥകളിയും മോഹിനിയാട്ടവും കൂടിയാട്ടവും തുള്ളലും പഞ്ചവാദ്യവും എല്ലാം നമ്മുടെ കേരളീയ കലകളാണ് അല്ലേ? ഭരതനാട്യം കേരളത്തിന്റെ തനതായ കലാരൂപമല്ല, പക്ഷേ നമ്മളെല്ലാവരും ഭരതനാട്യം അഭ്യസിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടില്ലേ അല്ലേ? കേരള കലാമണ്ഡലം സ്ഥാപിച്ച കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഇദ്ദേഹത്തിന്റെ കൂടെ മണക്കുളം മുകുന്ദരാജ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. എന്നാലും കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ എപ്പോഴും വള്ളത്തോൾ നാരായണ മേനോൻ. ഇദ്ദേഹം ഒരു കവിയാണ്. അപ്പൊ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇതാണ് വള്ളത്തോൾ. ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമയൊക്കെ കേരള കലാമണ്ഡലത്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പോകുന്നവർ എന്ത് ചെയ്യുക? ഉറപ്പായും കേരള കലാമണ്ഡലം സന്ദർശിക്കുക. ടീച്ചർ പറയുന്നതിലപ്പുറം മനോഹരമായ കാഴ്ചകൾ അവിടെയുണ്ട്. പല ഭാഗത്തായിട്ട് കേരള കലാമണ്ഡലത്തിൽ നിന്ന് നൃത്തം അഭ്യസിച്ചു കഴിഞ്ഞാൽ കലാമണ്ഡലം എന്നുള്ളൊരു പേര് കിട്ടും അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ അവിടെ പോവുക. എപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കണമെങ്കിൽ എപ്പോഴാണ് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നൊക്കെ അറിഞ്ഞ് അവിടെ നിന്നും നിങ്ങൾക്ക് തുള്ളൽ അഭ്യസിക്കാം, കഥകളി അഭ്യസിക്കാം, നൃത്തം അഭ്യസിക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും അല്ലേ കലാമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ആളുകൾ. അപ്പോൾ നമ്മളെ പാഠഭാഗത്തിൽ ഇത് പഠിക്കാനുണ്ട്. കേരള കലാമണ്ഡലത്തെ കുറിച്ച് അറിയുക. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനായ കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ മറ്റൊരു ഭാഗമായിട്ട് വരാം. പാഠഭാഗത്തിൽ നിന്നും പരീക്ഷയ്ക്കൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ വന്നാൽ എല്ലാവരും എഴുതണം. അതിലപ്പുറം പരീക്ഷയ്ക്ക് അറിയാന്നുള്ളതിലപ്പുറം നമ്മൾ പഠിക്കുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് കൂടുതൽ ഇതൊക്കെ അറിയാൻ ശ്രമിക്കുക. ഇപ്പൊ കലാമണ്ഡലം കാണണമെന്ന് നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? ഇതാണല്ലേ നമ്മുടെ കലാമണ്ഡലം. കണ്ടോക്കൂ,
കേരള കലാമണ്ഡലം. അപ്പൊ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരെ ടാറ്റ.